ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഹൈറേഞ്ചിലെ ജനത അതിജീവനത്തിൻ്റെ പോരാട്ടവേദിയിലാണ്. എത്ര പതിറ്റാണ്ടുകളായി ഇത് ആരംഭിച്ചിട്ട്. ഈ ദൗർഭാഗ്യം ഹൈറേഞ്ച് ജനതയെ ഇപ്പോഴും ശക്തമായി പിന്തുടരുകയാണ്. ഇപ്പോൾ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ റോഡിൻ്റെ രൂപത്തിലാണ് ആ ദൗർഭാഗ്യം ഈ ജനതയെ വേട്ടയാടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ സമര കോലാഹലങ്ങൾ നടക്കുകയാണ്. ചില ആളുകൾ സജീവമായി രംഗത്ത്, ചിലർ നിർജീവമായി പിന്നാമ്പുറത്ത്. ഇന്നത്തെ ചർച്ച NH85. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ റസാഖ് ചൂരവേലിൽ. അദ്ദേഹം നാഷണൽ ഹൈവേ 85-ൻ്റെ സംരക്ഷണ സമിതിയുടെ കൺവീനറാണ്. സ്വാഗതം സർ. സർ, കഴിഞ്ഞ 31-ന് വളരെ ശ്രദ്ധേയമായ ഒരു സമരം NH85-മായി വേണ്ടി വന്നല്ലോ. വളരെ വട്ടം നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണിത്. പക്ഷേ തീക്ഷ്ണമായ ഒരു സമരമുഖത്തായിരുന്നു അങ്ങുൾപ്പെടെ എന്നറിയുന്നു. സമരം എങ്ങനെയായിരുന്നു? എന്തിനായിരുന്നു സമരം? നമ്മൾ കഴിഞ്ഞ 1.5 വർഷക്കാലമായി കേരള ഹൈക്കോടതിയിലുള്ള പോരാട്ടത്തിലൂടെ നേടിയ നമ്മളുടെ അവകാശം 6 മീറ്റർ റോഡേ പറ്റുള്ളൂ എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാശി പിടിച്ചെടുത്ത് ആ 100 അടിക്ക് അവകാശമില്ലെന്നുള്ള വിധി വാങ്ങിയതിൽ ഞങ്ങളുടെ സ്വതന്ത്ര കർഷക സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആളുകളുടെ നീക്കങ്ങളാണ് വിജയിച്ചത്. അത് ഒരു ചീഫ് സെക്രട്ടറി അത് അംഗീകരിക്കുകയും അത് വർക്ക് ചെയ്യുന്നതിന് ഇവർക്ക് അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു ഗൂഢാലോചനയിലൂടെ വീണ്ടും ഇതിനെ റിവ്യൂ ആണ് ആദ്യം ജയചന്ദ്രൻ ചെയ്തത്. റിവ്യൂവിലും ഇവർ തള്ളിപ്പോയി. അതിനുശേഷം ഒരു പ്രത്യേക പോയിന്റ് മാത്രം കാണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ പൊതു താല്പര്യ ഹർജി കൊടുക്കുകയായിരുന്നു. അവിടെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിനെ കക്ഷി ചേർത്തിരുന്നു. ചീഫ് സെക്രട്ടറി അടക്കമുള്ള വിവിധ വകുപ്പുകളെ കക്ഷി ചേർത്താണ് കേസ് കൊടുത്തത്. ആ കേസിൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് മറുപടി കൊടുത്തത്. അതിൽ ഇദ്ദേഹം 130 വർഷം മുമ്പ് ഇറക്കിയ വനവിജ്ഞാപനം, മലയാറ്റൂർ റിസർവ് പ്രഖ്യാപനം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന ജയചന്ദ്രന്റെ വാദം അംഗീകരിക്കുകയും അതിപ്പോഴും അങ്ങനെയാണ് നിയമപരമായ സ്റ്റാറ്റസ് എന്ന് രേഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്താണ് ഈ MN ജയചന്ദ്രന്റെ പ്രത്യേക താല്പര്യം? ഇവിടെ ഈ നാഷണൽ പാതയുടെ, ദേശീയപാതയുടെ വികസനം പാടില്ല എന്ന തരത്തിലുള്ളൊരു താല്പര്യം എന്തായാലും? ഈ പരിസ്ഥിതി സംഘടനകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്റ്റേറ്റ് ലെവലിൽ തന്നെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒട്ടേറെ സംഘടനകളെ കൂട്ടിച്ചേർത്ത് മറ്റേ ഈ പട്ടി വിഷയങ്ങളുമായിട്ട് നമ്മുടെ അരിക്കൊമ്പൻ അടക്കമുള്ള അത്തരം സംഘടനകളുടെ ഒരു ഗ്രൂപ്പിൻ്റെ തലവനാണ് അദ്ദേഹം. അത് കൂടാതെ BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റാണ്, നമ്മുടെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം ഈ സ്റ്റേറ്റ് ലെവൽ പരിസ്ഥിതി സമിതിയുണ്ട് അവർക്ക്. അതിൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹം. ഈ പരിസ്ഥിതി സമിതികളെ പലപ്പോഴും വനം വകുപ്പ് തീറ്റയും വെള്ളം കൊടുത്ത് പോഷിപ്പിക്കുന്നുണ്ടോ? ഉറപ്പല്ലേ. ഈ ജയചന്ദ്രൻ തന്നെ നമുക്ക് ഈ വിധി വരുന്നതിൻ്റെ 10 ദിവസം മുമ്പ് വനം വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു ഔദ്യോഗിക പ്രോഗ്രാമുണ്ട്, ഗോത്രഫേരി എന്ന് പറഞ്ഞ് വന്യമൃഗവുമായി ബന്ധപ്പെട്ട്. അതിൽ നമുക്ക് കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിട്ടുണ്ട്, മന്ത്രി പങ്കെടുത്തിട്ടുണ്ട്. അതിൽ വിശിഷ്ട അതിഥി എന്നുള്ള ഒരാൾ പുറമേ നിന്നുള്ളത് ജയചന്ദ്രനാണ്. ഇവിടെ ഈ BJPയുടെ നേതാവായിട്ടുള്ള, ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്ന ഒരാളെ ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന് പറയാനാകുമോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഇവർ നമ്മളോട് അവകാശപ്പെടുന്നത് ഈ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ എല്ലാ കമ്മിറ്റിയും അസ്ഥിരപ്പെട്ടു എന്ന് ഒരു അവകാശവാദമായി പറഞ്ഞു. അല്ല, അവർ തള്ളി പറയുന്നില്ലേ ജയചന്ദ്രനെ? തള്ളി പറഞ്ഞെങ്കിലും നമ്മളോട് ഈ സമരത്തെ പിന്തുണച്ച് വന്നവരാവില്ല. പക്ഷെ BJP ഒരിക്കലും ഇത്തരം പാർട്ടിയും ഇത്തരം സമരത്തോട് വിമുഖതയാണോ കാണിക്കുന്നത്? അല്ല, അവർ നമ്മളെ പിന്തുണച്ചിരുന്നു. അവർക്ക് അവസാന വട്ടം പിന്മാറേണ്ടി വന്നു. അത്രയ്ക്ക് സമ്മർദ്ദം. അവസാന ഭാഗത്ത് പിന്മാറിയ കൂട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായിരുന്നു. അത് സമ്മർദ്ദം കൊണ്ടല്ല, അല്ലാതെ റോഡ് ആവശ്യമില്ലാത്തതുകൊണ്ടല്ല, ഇവിടുത്തെ ആളുകൾ നമ്മൾ സഹകരിക്കാത്തതുകൊണ്ടും അല്ല. അവർക്ക് കടുത്ത സമ്മർദ്ദങ്ങളെ ഇത് ചെയ്യണം. തന്നെ അത് ഒരുപക്ഷെ MN ജയചന്ദ്രനെ അനുകൂലിച്ചത് കൊണ്ടാവണമെന്നില്ല.
അല്ല, മേളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞാണ്. എന്നുവെച്ചാൽ അവരുടെ തന്നെ ഒരു സീനിയർ നേതാവിനെ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പഠിക്കാൻ. അങ്ങ് ഈ വിഷയത്തിൽ വളരെ സ്റ്റഡീഡ് ആണല്ലോ, വളരെ നന്നായി പഠിക്കുകയും ആദ്യം മുതൽ ഈ വിഷയത്തിൽ മാത്രമല്ല ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാ വിഷയങ്ങളിലും വളരെ അഗാധമായി ജ്ഞാനമുള്ള ആളാണ്. തന്നെയല്ല സമരത്തിൻ്റെ മുൻനിരയിലുമാണ്. ഈ ഹൈക്കോടതിയുടെ വിധി തന്നെ ഈ നമ്മുടെ ഈ 14.5 കിലോമീറ്റർ, അതായത് വളറ മുതൽ നേരിമംഗലം വരെയുള്ള ഈ 14.5 കിലോമീറ്റർ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു വിധി വന്നിരുന്നല്ലോ. അതായത് റോഡിൻ്റെ നടുഭാഗത്ത് നിന്ന് 50 അടി വലത്തോട്ടും 50 അടി ഇടത്തോട്ടും അത് റവന്യൂ ഭൂമിയാണെന്നും വനം വകുപ്പിന് ഇതിൽ യാതൊരുവിധ അവകാശങ്ങളുമില്ലെന്ന് വളരെ സുവ്യക്തമായൊരു വിധി വന്നിരുന്നല്ലോ. ആ വിധി എങ്ങനെയാണ് ഈ വിധി മറികടക്കുന്നത്? ഇതിനകത്ത് ഒട്ടേറെ സുപ്രീം കോടതി വിധികളും കുറേ സങ്കീർണതകളും 96-ലെ ഗോദവർമ്മൻ തിരുവപ്പാട് കേസിന്റെ വിധി, അങ്ങനെയുള്ള കുറേ സങ്കീർണതകൾ ഈ മേഖലയിൽ വിരുദ്ധ വിധികളുടെ ഒരു പ്രളയം തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം മലയാറ്റൂർ റിസർവ് എന്നുള്ളത് കോയമ്പത്തൂരിൻ്റെ, നമ്മുടെ പഴയ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിന്റെ അതിര് മുതൽ അങ്ങ് നെടുമ്പാശ്ശേരി വരെ വരുന്ന അതിവിശാലമായ അതിരാണ്. അതിന്റെ ഉള്ളിൽപ്പെട്ട 325 സ്ക്വയർ മൈൽ എന്ന് വെച്ചാൽ 100 വർഷങ്ങൾക്ക് അപ്പുറം 130 വർഷം. അതെ, അത് നിയമപരമായി റിസർവ് ചെയ്യണമെന്ന പുതിയൊരു വാദം ഇവർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ആ ഡിസ്റിസർവ് ചെയ്യണമെന്ന വാദത്തെ സുപ്രീം കോടതി 2015-ലടക്കം 3ഓളം വിധികളിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം ആ കാലത്ത് ഇത് സ്റ്റേറ്റിന്റെ ആണ് ഭൂമി, ഫോറസ്റ്റ് ആണെങ്കിലും റവന്യൂ ആണെങ്കിലും സ്റ്റേറ്റിന് എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുന്നത് 1980-ലാണ്. 80-ലെ വനം വകുപ്പ് നിയമമാണ്. അപ്പൊ അതിനു മുമ്പ് സർക്കാർ ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ട ഏതെങ്കിലും ഉത്തരവുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഭൂമി ഒഴിവാണെന്നാണ് സുപ്രീം കോടതി വിധി. പക്ഷെ അല്ലാതെ അത് അസ്ഥിരപ്പെടുന്നില്ല. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ നമ്മുടെ സ്ഥലം ഇല്ല, നമ്മളില്ല. ഈ വിധി ശരിയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇട്ടിരിക്കുന്ന 10-25ഓളം വിജ്ഞാപനങ്ങളുണ്ട് കേരളത്തിൽ. അതൊക്കെ വലിയ ടൗൺഷിപ്പുകളായി മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വിധിയാണ് ശരിയെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിന്റെ 65% മേഖലയിലെ ജനങ്ങളെ ഗുരുതരമായി അവരുടെ ജീവിതത്തെ ബാധിക്കുക. ഇപ്പൊ ഏതാണ്ട് 50 നിയോജക മണ്ഡലങ്ങളെ പോലും പ്രത്യക്ഷമായി ബാധിക്കുക. അതായത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഇവർ ഈ പറയുന്ന നിയമങ്ങളെ അതേപടി നടപ്പാക്കിയാൽ 50 നിയോജക മണ്ഡലത്തിലെ ഏതാണ്ട് 1 കോടിയോളം ജനങ്ങളെയാണ് ബാധിക്കുന്നത്. പക്ഷെ ജനം ഒന്നും തിരിച്ചറിയുന്നില്ല അല്ലെ? നമ്മളാകെ ഒരു പരാജയത്തിൽപ്പെട്ടിരിക്കുന്നത് ഒന്ന് സങ്കീർണമാണ് ഇതിന്റെ നിയമ സാഹചര്യങ്ങൾ. രാഷ്ട്രീയ പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ടാണോ ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം ഈ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ മറികടക്കുന്നത്? 2-3 കാര്യങ്ങളായി. ഇവര് ഇതിൽ നിന്ന് പഠിക്കാനല്ല ശ്രമിക്കുന്നത്. പഠിച്ചിത് ശാശ്വതമായ പരിഹാരം തേടുന്നതിന് പകരം ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നവരെ ഏതെങ്കിലും ലേബൽ ചാർത്തി അരാഷ്ട്രീയവാദിയെന്നോ അല്ലെങ്കിൽ പുതിയ ലേബൽ അടുത്ത കാലത്ത് വീണിട്ടുണ്ട് സുഡാപ്പി എന്നൊക്കെ പറഞ്ഞ് തീവ്രവാദ സ്വഭാവത്തിലുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, കേന്ദ്ര സർക്കാരിനെതിരെ കുറ്റം വയ്ക്കുന്നു. അല്ല, ഇത് കുടിയേറ്റക്കാരെ കയ്യേറ്റക്കാരാക്കിയ ഒരു ചരിത്രം ഉണ്ടല്ലോ. ഉണ്ട്. അതിന്റെ ബാക്കി പത്രം. ഇതൊരു വലിയ നിഗൂഢ സംഘമാണ്. കേരള ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ അടക്കം അവിടെ ഈ പരിസ്ഥിതി ക്ലാസുകളുടെ പ്രളയ, നമ്മളുടെ പച്ചപ്പ്, നമ്മളുടെ വെള്ളം, കുറേ വിഷജീവികൾ നശിപ്പിക്കുന്നു. ആ ക്ലാസ് ഇതേ ജഡ്ജി തന്നെ അങ്കമാലിയിൽ 10 ദിവസം മുമ്പ് ഒരു പ്രോഗ്രാമിൽ ഞാൻ അങ്ങനെ ചോദിക്കട്ടെ, ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്ന ആളുകള് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകളായിരുന്നു പലരും. അതിൽ അപൂർവമായി ചില ആളുകൾ മാത്രമായിരുന്നു അഡ്വക്കേറ്റ്സും അതുപോലെ വിദ്യാഭ്യാസമുള്ളവരും കുറെ സാമ്പത്തിക ജ്ഞാനമൊക്കെ. അല്ലാത്തവരൊക്കെ തീർച്ചയായും ജനകീയമായ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ജനമധ്യത്തിൽ നിന്ന് ജനങ്ങളോടൊപ്പം പോരാടിയവരാണ്. അവരിൽ പലരുടെയും സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുന്നുണ്ടോ? ഇപ്പോൾ അല്ല, ചരിത്രബോധം ഇല്ലാതെ വന്നു എന്നുള്ള നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ, രാഷ്ട്രീയത്തിലാണെങ്കിലും ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ചരിത്രത്തോട് താല്പര്യമില്ല. ഈ ചരിത്രം അറിയാതെ എങ്ങനെയാണ് നമ്മളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലമാണല്ലോ. അപ്പൊ ചരിത്രം ഒരു 100 വർഷമെങ്കിലും അറിയാമായിരുന്നെങ്കിൽ, നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഭക്ഷണമില്ലെങ്കിൽ ഈ പറയുന്ന കക്ഷികളിൽ പലരും അവരുടെ അപ്പന്മാർ ജീവിച്ചിരുന്നോളന്നില്ല, അതിജീവനം സാധ്യമാകുമായിരുന്നില്ല. ഇല്ല. ആ ഒരു ചരിത്ര സത്യമെങ്കിലും തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് സംസ്ഥാന ലെവലിൽ ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 1930-കളിൽ ഈ റോഡ് പണിയുന്ന കാലഘട്ടത്തിൽ 32 റോഡ് നേരിമംഗലം അടിമാലി അല്ലെങ്കിൽ മൂന്നാർ റോഡ് പണിയുന്ന കാലഘട്ടത്തിൽ അതിന്റെ ഇരുവശത്തും 5 ഏക്കർ വീതം ഭൂമി കൊടുത്ത് അത് ഭക്ഷ്യയോഗ്യമായ
കാര്യങ്ങൾ ഉണ്ടാക്കണം, ഉൽപ്പാദിപ്പിക്കണം എന്നൊരു നിയമമൊക്കെ അന്നുണ്ടായിരുന്നു. അല്ല, നിയമം മാത്രമല്ല, നമുക്ക് തരിയത്ത് കുഞ്ഞുത്തൊമ്മൻ എന്ന് പറയുന്ന നമ്മുടെ പ്രജാസഭയിലെ അംഗമാണ് ഇങ്ങനെയൊരു ആവശ്യം പ്രമേയമായി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ കേസിന്റെ ആവശ്യാർത്ഥ ആ ചരിത്രം 240ഓളം പേര് വരുന്ന അവിടെ നടന്ന ചർച്ച, അതിന്റെ പരിസമാപ്തി, അങ്ങനെയാണ് ഡിസ്റിസർവ് ചെയ്തു എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ആ പത്രത്തിന്റെ ഇടയ്ക്ക് ഒന്ന് വന്നത്. അപ്പൊ അതാണ് നമ്മളിപ്പോ കോടതിയിൽ നേരിടാൻ പോണത്. അദ്ദേഹത്തിന്റെ വലിയൊരു താല്പര്യമായിരുന്നു റോഡും പാലവും ഈ പറഞ്ഞ അടിമാലി പ്രദേശത്ത് 2775 ഏക്കർ ഭൂമി ഡിസ്റിസർവ്, മലയാറ്റൂർ റിസർവിൽ നിന്ന് ഡിസ്റിസർവ് ചെയ്താണ് ഈ ആളുകൾക്ക് പാട്ടത്തിനായി 1932 നൽകുന്നത്. ഇത് ഹൈക്കോടതിയിൽ നമ്മൾ ഹാജരാക്കിയ കൂട്ടത്തിലില്ലേ? നമ്മൾ ഹാജരാക്കിയ ഹർജി വൈകിപ്പോയി. അതായത് സർക്കാരിന്റെ മറുപടി ഒന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് വരുമ്പോൾ, പഴയ ഹർജിയായിട്ട് ഇത് കണക്റ്റഡ് അല്ല, ഇത് പൊതു താല്പര്യ ഹർജിയാണ്, നമ്മളുടെ സാധാ ഹർജിയാണ്. ആ പൊതു പരിഗണിക്കും, നമ്മളത് ശ്രദ്ധയിൽപ്പെടുത്തണം. എന്നാൽ നോർമലി ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കോടതി അവിടെ മറ്റൊരു അപാകത, അത് പിന്നീട് നമുക്ക് ചോദ്യം ചെയ്യാം, സുപ്രീം കോടതി ചോദ്യം ചെയ്തോട്ടെ. കോടതി ആ നിലപാടിലേക്ക് എത്തി. കോടതി ഈ നിലപാടിലേക്ക് എത്താനുള്ള പ്രധാന കാരണം അങ്ങ് സൂചിപ്പിച്ച ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിലപാട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറയാൻ പറ്റില്ല. കോടതി ഒരു മർമ്മപ്രധാനമായ ഹർജി അവിടെ ഈ പൊതു താല്പര്യത്തെ അർത്ഥം വരുന്നു. അത് ഗവൺമെന്റിനോടാ ചോദിച്ചത്, ചീഫ് സെക്രട്ടറിയോട്, ഇയാളോടല്ല. കേരളം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് സ്റ്റാഫാണല്ലോ. അപ്പൊ ആ ഗവൺമെന്റ് പറയുന്നു ഈ ജയചന്ദ്രൻ ആരോപിച്ചിരിക്കുന്ന ആ റൂട്ട് വനമാണ്, അത് നിയമപരമായി ഇപ്പോൾ വന സ്റ്റാറ്റസിലാണ് നിലനിൽക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ആരും കേൾക്കേണ്ടതില്ല. കാരണം ഭൂമിയെ സംബന്ധിച്ച് ആധികാരികമായി പറയേണ്ടത് MP അല്ല. ഒരു ദേശീയപാത എങ്ങനെ വനമായി പ്രഖ്യാപിക്കാൻ കഴിയും? അത് ഗവൺമെന്റ് 1932 മുതൽ നിലനിൽക്കുന്ന, അത് ഗവൺമെന്റ് പറയണം ദേശീയപാതയാണ്. അത് ജഡ്ജിക്ക്, ഒരു വിധി കർത്താവിന് അത് നോക്കേണ്ടതില്ല. അവർക്ക് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നിലപാടും ഒരു രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ ആശങ്കയും കൂട്ടി യോജിപ്പിച്ചപ്പോൾ യോജിക്കുന്നുണ്ട്, ഉത്തരവിട്ടു. ഞാൻ അങ്ങോട്ട് ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിനിടയിൽ മറ്റൊരു വാദം വരുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ കോടതി തടഞ്ഞിട്ടില്ല പോലും, കോടതി തടഞ്ഞിരിക്കുന്നത് മരം വെട്ട് മാത്രമാണ്. അങ്ങനെ ഒരു വാദം ഇപ്പോൾ സജീവമായി സമൂഹത്തിലുണ്ട്. അത് ശരിയാണോ? നമ്മളെ വലിയ തോതിൽ ഈ ഇടുക്കിയെ സംബന്ധിച്ച് നിയമത്തെക്കുറിച്ചോ ചട്ടത്തെക്കുറിച്ചൊക്കെ ഒരു പിന്നോക്കാവസ്ഥയുണ്ട്. അറിവിനെ സംബന്ധിച്ച് അതിനെ ദൂരവ്യാപകമായി ഇവർ ദുരുപയോഗിക്കുന്നു എന്നുള്ള ഒരു ഭാവിയിൽ ഇത് വിശ്വാസ തകർച്ചയ്ക്ക് ഇടയാക്കുന്ന, രാഷ്ട്രീയത്തോടുള്ള വിശ്വാസ തകർച്ചയ്ക്ക് ഇടയാക്കാൻ സാധ്യത. ഇവിടെ കേരള ഹൈക്കോടതി പറഞ്ഞത് ഈ 14.5 കിലോമീറ്റർ മുഴുവൻ ഭൂമിയും വനമാണെന്ന് ജയധൻ പറയുന്നു. നമുക്ക് ആദ്യം 6 മീറ്റർ നമ്മുടെ ഉള്ള റോഡ് വനം അല്ലായിരുന്നു. ഈ വിധി വന്നപ്പോ ഈ 14.5 കിലോമീറ്റർ വനമാണെന്ന് ഗവൺമെന്റും ജയചന്ദ്രനും പറഞ്ഞത് അംഗീകരിച്ചതിലൂടെ കോടതി അത് അംഗീകരിച്ചു. അപ്പൊ വനമായി. അപ്പൊ ഞാൻ അങ്ങോട്ട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ ഈ ന്യൂയോർക്ക് ടൈംസിന്റെ കണ്ടെത്തലനുസരിച്ച് 1924 അവരുടെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചതിൽ ലോകത്തെ 52 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സ്പോട്ടിൽ ഒന്നാണ് മൂന്നാർ. അപ്പോൾ ഈ 14 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വേണം മൂന്നാറിലെത്താൻ എന്നുള്ളത് ഈ പറയുന്ന കോടതിക്കും ബോധ്യമുള്ളതല്ലേ? കോടതി രേഖകളെയാണ് അടിസ്ഥാനമാക്കുന്നത്. അവിടെ യുക്തി, നമ്മൾ വേറെ യുക്തിബോധം നമുക്ക് പലതും ഉണ്ടാവാം. പക്ഷെ കോടതിക്ക് മുമ്പിൽ രേഖകളെ മാത്രമേ, ഇപ്പോൾ ഒരാളെ വധിച്ചു, ആ കേസ് പരിഗണിക്കുന്ന കോടതിക്ക് അറിയാൻ വധിച്ചിട്ടുണ്ട്, ഈ കക്ഷിയാണെന്ന് പറയാം. പക്ഷെ തെളിവ് പ്രധാനമാണ്. അത് രേഖകളാണ് പ്രധാനം. അതിനപ്പുറത്തേക്ക് അവരൊന്നും നോക്കേണ്ട കാര്യമില്ല. അത് ഗവൺമെന്റ് നോക്കണ്ടേ. നിലവിൽ ഇങ്ങനെ ഒരു NH ഉണ്ടെന്നും അവിടെ പണി നടക്കുന്നുണ്ടെന്നും 790 കോടി രൂപയാണ് അതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളതെന്നും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെന്നും ഒക്കെ, ഇതെല്ലാം രേഖകളല്ലേ സാർ? ഇത് ആശങ്ക ഉണ്ടാവേണ്ടത് സർക്കാരുകൾക്കാണ്. കാരണം ജനവും സർക്കാരുമായിട്ട് അതിന്റെ ബന്ധം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിറ്റ്ലറുടെ കാലത്ത് ഒരുപാട് പേരെ വധിച്ചിട്ടുണ്ട്, കോടതി വഴി തന്നെയാണ് വധിച്ചേക്കുന്നത്. ആ ജഡ്ജിമാർ ഹിറ്റ്ലറുടെ ആ ഇതേ നോക്കിയിട്ടുള്ളൂ. മുസോളിനിയുടെ കാലത്ത് നിങ്ങൾ 2000 വർഷം ഇങ്ങെടുത്തോ, യേശുവിനെ വന്നത് കോടതി വഴിയാണ്. പക്ഷെ ഈ കോടതി എന്നുള്ളത് എപ്പോഴും ഭരണകൂടത്തിന്റെ ഒരു ആയുധമാണ്. അത്രേ ഉള്ളൂ. അത് പറഞ്ഞാൽ ഒരു നിയമവിരുദ്ധതയുണ്ട്. പക്ഷെ ഞാനിപ്പോ എന്റെ ഒരു അനുഭവത്തിന് ഒരുപാട് നാളെ, നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് കോടതി ഭരണകൂടങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന്റെ പുഷ്കലമായതിന്റെ പിന്നിൽ കോടതിക്ക് വലിയ പങ്കുണ്ട്. അതുണ്ട്. പക്ഷേ ഈ പരിസ്ഥിതി വിഷയത്തിൽ അങ്ങനെ അല്ല എന്നാണ് നമ്മുടെ അനുഭവം.
ഇനി നിങ്ങൾക്ക് സംശയമുണ്ട് അടുത്തൊരു ചോദിച്ചു സുപ്രീം കോടതി പോയാലോ, അവരുടെ ഒരു നിസ്സാരമായ ചോദ്യം, ഞങ്ങളുടെ വിധിയിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ബെഞ്ചിൽ പോയിക്കൂടെ? ആ അടുത്ത ബെഞ്ചിൽ ഏറ്റവും ഈ പരിസ്ഥിതിക്കാർ ഉപയോഗിക്കുന്ന അഡ്വക്കേറ്റിന്റെ ഒരു സിറ്റിങ്ങിന്റെ ചാർജ് 50 ലക്ഷമാണ്. അത് അവരും മിണ്ടുന്നില്ല. അശോക് ഭൂഷണെ എങ്ങനെയാണ് പരിസ്ഥിതിക്കാർ വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സൗജന്യമാണെന്ന് അവൻ പറയണത്. ഒരിക്കലും അല്ല. അതാ പറഞ്ഞത്. ഇപ്പോ 73 രാഷ്ട്രങ്ങളിൽ ഇടപെടുന്നയാണ് മുരളി തുമ്മാരുകുടി. അദ്ദേഹം ഈ ആഴ്ച യോഗത്തിൽ എറണാകുളത്ത് സ്ഥിരം പങ്കെടുക്കുന്നുണ്ട്. ഏതാണ് ഈ പരിസ്ഥിതി വിഭാഗത്തിന്റെ. അദ്ദേഹം ഈ സാമ്പത്തികമായി ഇങ്ങോട്ട് വരുന്ന ഫണ്ടിന്റെ കാര്യത്തിൽ പുള്ളിക്ക് ബന്ധമുണ്ട്. അദ്ദേഹം ഒടുവിൽ ഇവരെല്ലാവരും കൂടി നമ്മുടെ നേരമംഗലം വഴി അടയ്ക്കുമോ? വഴിയടക്കണമല്ല, ഒരു അരാജകത്വത്തിലേക്ക് നാടിനെ കൊണ്ടെത്തിക്കും എന്നുള്ളത് സംശയമില്ല. കാരണം നമുക്കെന്നെ അറിയാം, നമുക്ക് ഈ വഴി എന്നുള്ളത് ഒരു ഭരണകൂടത്തിന്റെ സംഭാവനയല്ല, അത് നമ്മളുടെ ജന്മാവകാശം. ഒരു ഭരണകൂടങ്ങൾ രൂപപ്പെട്ടിട്ട് നമുക്ക് എത്രയായ ഒരു 6000 വർഷമായിട്ടുള്ളൂ ഏറ്റവും കൂടിയാല്. ഈ നമ്മളുടെ ജന്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യരായിട്ട് 3 ലക്ഷം വർഷമായി. അന്നും നമ്മൾ നടക്കുന്നതിന് ഒരുത്തനും നിയമം ഉണ്ടാക്കിയില്ല. അപ്പോ തന്നെയല്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും മനുഷ്യന്റെ ചരിത്രം നമുക്ക് കിട്ടുന്ന ഒരു 10,000-15,000 വർഷത്തേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ജന്മാവകാശത്തെ തടയാനുള്ള അവകാശം ലോകത്തൊരു ഭരണകൂടത്തിനും ഇല്ല. അത് അഭിമാനബോധമുണ്ടോ സമ്മതിച്ചു കൊടുക്കുക. അങ്ങ് പറഞ്ഞ എത്രയോ ശരിയാണ്. കാരണം ഒരു ജനാധിപത്യ സർക്കാർ ഇവിടെ പുലരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ ബ്രിട്ടീഷുകാരുടെ കാലത്താണല്ലോ, അന്നത്തെ ജനാധിപത്യ ഭരണമാണെങ്കിൽ രാജഭരണങ്ങളൊക്കെ നിലനിന്ന ഒരു കാലഘട്ടത്തിൽ ആണല്ലോ 1932 ഈ പാലം പണിത് ഇങ്ങോട്ടുള്ള റോഡ് വെട്ടുന്നത്. അപ്പൊ അന്ന് 1924 വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ രാജപാത നശിച്ചതിനെ തുടർന്നാണല്ലോ ഈ പാത അതുപോലെ എത്ര വേഗത്തിലാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ രാജഭരണകാലത്ത് പോലും ഒരുപക്ഷെ ഇന്നത്തെ പോലെ ഇന്നത്തെ ഒരു 10-1 ജനസംഖ്യ പോലും ഇല്ലാതിരുന്ന, ഇല്ലേ, 10-1 പോലും ഉണ്ടാവില്ല ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി ഒരു പാതയ്ക്ക് പകരം വളരെ പെട്ടെന്ന് സംവിധാനം ഉണ്ടായല്ലോ. നേരുമംഗലം പാലം പോലൊരു പാലം തീർന്നല്ലോ അക്കാലത്ത്. അതൊരു ജനാധിപത്യ സർക്കാരിന്റെ സംഭാവനയല്ലല്ലോ, അല്ലേ? അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന നമ്മുടെ ഭരണഘടന രൂപപ്പെട്ടിട്ടില്ല. ഭരണഘടനയിലെ ജനാധിപത്യവും മതേതരത്വവും ഒന്നും നമ്മൾ അന്ന് ചർച്ച ചെയ്ത് വരുന്നതേ ഉള്ളൂ. 32 കാലഘട്ടത്തിൽ 46-ലാണ് ഭരണഘടനാ കമ്മിറ്റിയെ പോലും വെക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന അപ്പൊ അന്ന് ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക ഈ ജനാധിപത്യത്തിന്റെ ഒരു പുഷ്കലകാലം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന വർത്തമാനകാലത്ത് ഇല്ലേന്ന എന്റെ ചോദ്യം. ജനാധിപത്യത്തിന് അതിൻ്റെതായ ഒട്ടേറെ ദൗർബല്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് 500 രൂപ കിറ്റിൽ വോട്ട് ചെയ്യുന്ന നമ്മൾ ആ വോട്ടിന്റെ മൂല്യം അതാണോ? അപ്പൊ അങ്ങനെയുള്ള പഴുതുകളിലൂടെ നമ്മൾ കയറ്റി വിടുന്ന ആളുകൾ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങളിലെല്ലാം ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നത് ഇത്തരം ഒരു ഭരണാധികാരിക്ക് വേണ്ട ഭാവനാ സമ്പന്നത, ഒരു യുക്തിഭദ്രത അല്ലെങ്കിൽ ഇച്ഛാശക്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ നമ്മൾ കാണുന്നുണ്ടോ? നമുക്കിപ്പോ ഈ വിവിധ പഞ്ചായത്തുകളിൽ ഈ വർഷം അടുത്ത വർഷം വിഹിതം വയ്ക്കുന്നു. അതെങ്ങനെയാ ശരിയാകുക? എത്രയോ വലിയ ഒരു ഗ്രാമത്തെ നിർമ്മിക്കാനുള്ള, കെട്ടിപ്പടുക്കാനുള്ള ബൃഹത്തായ ദൗത്യവുമായിട്ടാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കയറിയിരിക്കുന്നത്. ഞങ്ങൾ വീതം വെച്ച് കളിക്കുന്നു. അതൊരു പ്രാദേശിക ഭരണകൂടമല്ലേ, ജനാധിപത്യം. അതേസമയം രാജഭരണകൂടത്തിന് രാജാവിന് വിവരമില്ലെങ്കിലും രാജ്യത്തെ ഏറ്റവും വിവരമുള്ളവനെ പോസ്റ്റ് ചെയ്യുന്നു ഓരോ കാര്യങ്ങൾക്കും. ആ പോസ്റ്റ് ചെയ്യുന്നതിന് വീഴ്ച പറ്റിയാൽ തല വെട്ടിക്കളയുന്നു. അല്ല, കേവലം ഒരു തരിയത് കുഞ്ഞിത്തൊമ്മൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നിയമസഭയിൽ, അന്നത്തെ നിയമസഭ ഉണ്ടല്ലോ, അതിൽ അദ്ദേഹം ആവിഷ്കരിച്ച അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പോലും അത് നടത്തി കൊടുക്കുകയാണ് അല്ലേ, പ്രജാസഭയിൽ നടത്തി കൊടുക്കുകയാണ്. നിസ്സാര കാര്യമല്ല, അതൊരു വലിയ കാര്യമായിട്ടാണ്. തന്നെയല്ല, മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം 1877 തൊട്ട് ഈ മൺട്രോയും അതുപോലുള്ള വലിയ സായിപ്പന്മാരുടെയൊക്കെ ശ്രമഫലമായി അവിടെ തേയില വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയെന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ അത്ഭുതപ്പെടുന്നില്ലേ, ഒരു വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയ ഒരു റോഡിന് പകരം മറ്റൊരു റോഡ് ഏതാനും വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുക്കുക, പാലം നിർമ്മിക്കുക, അല്ലേ? പാലം തന്നെ എത്രയോ വലിയ അത്ഭുതം. അക്കാലത്ത് ആ പാലം എത്ര അത്ഭുതമാണ് നമ്മളിപ്പോ തിരിഞ്ഞു നോക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നത്, ഇല്ലേ? അത് എത്രയോ ബലത്തോടു കൂടി ഇപ്പോഴും ആ പാലം നിൽക്കുന്നത്. അത്രയും ബലമുള്ള ഒരു പാലം മറ്റൊരിടത്തും നമ്മൾ കാണാനില്ല. ആ കാലത്തൊക്കെ ആയിരിക്കും പണിത് മൂവാറ്റുപുഴ പാലം, പഴയ പാലം. അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്രയോ പുതിയ പാലം വേറെ പല സ്ഥലങ്ങളിലും വന്നു. നേരുമംഗലം പാലം വളരെ കരുത്തോടെ ഈ പാമ്പൻ പാലത്തിന്റെ പരസ്യമൊക്കെ പറയുന്ന പോലെ കലാപരവുമാണ് അക്കാലത്ത്. അതാണ് അതിനല്പം വീതി കുറഞ്ഞു എന്നത് ഒഴിച്ചാൽ വേറെ. ഞാൻ പറയാൻ വന്ന അത് പോട്ടെ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ധാർമ്മികത ജനത്തോട് കാണിക്കാൻ ഈ ഭരണാധികൾ, പ്രത്യേകിച്ച് നമ്മുടെ വനം വകുപ്പ് എപ്പോഴും ഒരു ജനത്തോട്
ഇടം തിരിഞ്ഞു നിൽക്കുന്ന, ജനത്തിന് വിമുഖമായി പ്രവർത്തിക്കുന്ന ഒന്നായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഈ വനം വകുപ്പ് എന്നുള്ളത് കൊണ്ട് സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? റേഞ്ച് ഓഫീസറാണോ, DFO ആണോ? ഇപ്പൊ നമ്മൾ പലപ്പോഴും റേഞ്ച് ഓഫീസർ കുറ്റക്കാരിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്, DFO കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതാണോ? ഒരു രാഷ്ട്രീയം, ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ വന്യജീവി യുടെ വാർഡനുണ്ടല്ലോ, സംസ്ഥാന എന്താ പേര്, ഞാൻ പേര് മറന്നു, അദ്ദേഹവുമായിട്ട് എനിക്ക് മന്ത്രിയുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു 2 മണിക്കൂർ സമയം കിട്ടി. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അറിയുമോ? വളരെ മോശമാണ്, വലിയ പ്രതികരണത്തിലേക്ക് വരും, വലിയ നഷ്ടത്തിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കൃഷിക്കാരൻ്റെ മോനാണ്, പക്ഷെ ഫോറസ്റ്റിനൊരു സംസ്കാരം ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പൊളിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിനേ പറ്റുള്ളൂ. രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി കർക്കശമായി എന്നോട് പറയുകയാണ്, ഇങ്ങനെ നടന്നിരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ മറ്റ് ഘടകങ്ങളോട് പറയാം, എനിക്ക് രക്ഷയില്ല, മാറ്റിയേ പറ്റൂ. അപ്പോൾ അത് നടപ്പാക്കാൻ അവർക്കും പറ്റും. ഇവിടെ രാഷ്ട്രീയം കീഴടങ്ങാണ്. ഇവന്റെ അധികാരം അറിയാൻ പാടില്ല. അപ്പൊ കേരളത്തിന്റെ നിയമം അനുസരിച്ച് നമ്മളിപ്പോ ഒരു വനത്തിൽ കയറിയ ഏത് നിയമം അനുസരിച്ച്? ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഈ വന നിയമം കേരളത്തിന് മാത്രമാണ് ബാധകം? ഇപ്പൊ കേന്ദ്രത്തിന്റെ വന നിയമം 80-ലെ വന നിയമം ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും ഒരുപോലെ ബാധകമല്ലേ? ഹിമാലയത്തിൽ നിർമ്മിതികൾക്ക് ഒരു തടസ്സമില്ല, റോഡ് വെട്ടുന്നതിന് തടസ്സമില്ല. ഹിമാലയ പർവ്വത നിരകളിലൂടെ അല്ലെ, 1-2 സ്റ്റേറ്റുകളല്ല, എത്രയോ സ്റ്റേറ്റുകൾ അല്ലേ തലങ്ങും വിലങ്ങും ഉണ്ട്. ഇടിഞ്ഞും അതുപോലെ തന്നെ കുത്തനെ താഴ്ന്നു പോയി ഒക്കെ ഒത്തിരി പേര് മരിക്കുന്നുണ്ട്. അല്ല, ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് കേന്ദ്ര നിയമവും ഇപ്പൊ നമ്മളൊരു വനത്തിൽ കയറി, കേന്ദ്ര നിയമം വെച്ചല്ല കേസെടുക്കണേ. 1961 കേരള ഫോറസ്റ്റ് ആക്ടാ. ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന നമ്മളാ? അതെ, കേരളത്തിലെ മുഴുവൻ ജീവനക്കാർക്ക് ശമ്പളം. ഒരു അധികാരവും അക്കാര്യത്തിൽ കേന്ദ്രത്തിനില്ല. കേന്ദ്രത്തിനുള്ളത് ഫിക്സ് ആയിട്ടുള്ള റിസർവ് ഫോറസ്റ്റിന്റെ ഒരു 5 ഏക്കറിന് മേളിലേക്ക് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതി മേടിക്കണം. 5 ഏക്കർ താഴെയാണ് സ്റ്റേറ്റിന് തീരുമാനിക്കാം. അപ്പോൾ ഇവരെന്താണ്, ഇവർ ഒഴിയുകയാണ്, അവരെ ചാരി ഇവിടെ ഒഴിയുക. കാരണം എന്താണ്, ഇവിടെ ഫണ്ടുണ്ട്, ഇവിടെ സ്വകാര്യ ഫണ്ട് വരുന്നുണ്ട്, സർക്കാരിന്റെ ഒരു വർഷം നിശ്ചിത ഫണ്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ജപ്പാൻ കുടിവെള്ള പദ്ധതി 30,000 കോടി എന്ന് പറഞ്ഞാൽ വലിയ 1% വർഷിക്കാൻ എന്തെങ്കിലും കാശ് അടച്ചാൽ മതി. ഈയിടെ കുറെ കുടിവെള്ള പദ്ധതി വന്നിട്ടുണ്ട്. അതെല്ലാം ഈ പരിസ്ഥിതി ചേർത്താ ഇത് ചെയ്യുള്ളൂ. അപ്പൊ ഇതിന്റെ വലിയ ഇതിനേക്കാൾ വലിയ ഫണ്ടാണ് കാർബൺ ഫണ്ട് അല്ലേ? അത് വേറെ ഉണ്ട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പൊ ജപ്പാനിലെ ഒരു കമ്പനിക്ക് പ്രവർത്തിക്കാൻ, ഞാനിപ്പോ ഒരു ടയർ കമ്പനി തുടങ്ങണമെങ്കിൽ എനിക്ക് 1 ലക്ഷം ടൺ കാർബൺ അവിടെ പുറത്ത് കളയുന്ന, ഒരു വർഷം കളയുന്ന കമ്പനിയാണെങ്കിൽ അത്രയും പൈസ അതിന് ജപ്പാനിൽ എത്ര കാർബൺ പിടിച്ചെടുക്കാനുള്ള മരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രൊജക്റ്റിലേക്ക് മാറ്റുന്നോ അത്രയും ഫണ്ട് ഞാൻ ഗവൺമെന്റിൽ അടയ്ക്കണം. അത് അല്ലെങ്കിൽ ലോകത്തെ എവിടെയെങ്കിലും മരം വെച്ച് പിടിപ്പിച്ചിട്ട് ഇവിടെ കണക്ക് കൊടുത്താൽ മതി. ഞങ്ങൾ പരിസ്ഥിതിക്ക് അതിലില്ലല്ലോ, രാജ്യം അതിലില്ല, അപ്പൊ എവിടെയും പിടിച്ചാൽ മതി. അപ്പൊ ഇന്ത്യയിൽ വന്നാൽ ഇവർക്ക് കാശ് കൊടുത്താൽ ഇവർ കണക്ക് കൊടുത്തോളും, വനം ഇത്രയും കൂട്ടിയിട്ടുണ്ട്. ആകെ 23,000 സ്ക്വയർ കിലോമീറ്റർ നമുക്ക് വനം സത്യത്തിലുള്ളൂ. അതിന് ഇപ്പൊ 30,000 ആയി. കയറ്റി കൊടുക്കുകയാണല്ലോ, അജണ്ട വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ള അജണ്ടയാണല്ലോ. അത് പൈസയാണ്, അത് അജണ്ടയാണ്. തീർച്ചയായിട്ടും ആ അജണ്ട നടപ്പായിക്കൊണ്ടേയിരിക്കുന്നു. അതാണല്ലോ മാങ്കുളത്ത് കാണുന്നത്, അതാണല്ലോ ചിന്നക്കനാലിൽ കാണുന്നത്. അത് നമ്മൾ ചുറ്റും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതൊക്കെ ദൈനംദിനം കണ്ണുള്ളവന് കാണാം, അക്കാര്യത്തിലും പ്രശ്നമില്ല. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, സമരം വിജയമായിരുന്നുവോ? ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇതൊരു വലിയ വിജയമായിട്ട് ഞങ്ങൾ കാണുന്നു. ബഹുജനങ്ങളിൽ നിന്നുള്ള എല്ലാവിധ പിന്തുണയും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അല്ല, ഞങ്ങൾ വലിയ വിജയമായിട്ട് കാണുന്നതിന്റെ തന്നെ അടിസ്ഥാനം പ്രബല കക്ഷികളായ ആദ്യഘട്ടത്തിൽ പിന്തുണച്ചു വന്ന 4ഓളം ഘടകങ്ങൾ എതിർ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ഞങ്ങളുടെ ഈ സമരം പൊളിയണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് എത്തി. അതിനെ മറികടന്നുകൊണ്ട് 2 ഗുണങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. ഒന്ന്, നമ്മളുടെ ഈ മണ്ണിൽ സാംസ്കാരികമായി പുരോഗതി പ്രാപിച്ച വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന സമരമായിരുന്നു. കാരണം ഈ കക്ഷികൾക്ക് വലിയ സ്വാധീനമുള്ളവരെല്ലാം അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഈ കക്ഷികൾ സമരത്തിൽ നിന്ന് പിന്മാറിയെന്ന് ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ അവരങ്ങനെ ചെയ്യുകയല്ല ചെയ്തേ, അവർ വലിയൊരു പരിശ്രമം, പൊളിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ഖേദകരമാണ്. അതിനുപയോഗിച്ച ചില ആയുധങ്ങളുണ്ട്, അത് വർഗീയതയടക്കമുള്ള വളരെ മോശം അല്ല, വർഗീയത എന്ന് പറയുന്ന തുറുപ്പ് ചീട്ട് ഇപ്പൊ എല്ലാത്തിനും കയറ്റി ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെ ഉപയോഗിച്ചു തുടങ്ങുന്ന ഒരു വളരെ നെറികെട്ട, വളരെ മോശമായ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ പടരുന്നുണ്ട്. അതിനെയൊക്കെ എതിർക്കേണ്ടതാണ്. എന്ത് ചെയ്യാം? പക്ഷെ ഇതിനകത്ത് പോലും അത് സംഭവിച്ചു. ഞങ്ങളെ മാനസികമായിട്ട് ഞാനൊക്കെ ഒന്ന് സെറ്റായി വന്നേ ഉള്ളൂ. അത്രയ്ക്ക് വിഷമം തോന്നി. കാരണം നടക്കാനുള്ള വഴി, സഞ്ചരിക്കാനുള്ള മാർഗത്തെ അടച്ചപ്പോൾ എനിക്കുണ്ടായ വികാരം വേറെയാണ്.
ഞാൻ ഏതോ ഘട്ടത്തിലേക്ക് ചിലപ്പോൾ പോയിരിക്കും എൻ്റെ മാനസികാവസ്ഥ. തീർച്ചയായിട്ടും ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന വലിയ കാര്യങ്ങളിൽ ഒന്ന് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. അതെ. അത് എത്രയോ വർഷങ്ങളായി നമ്മൾ ഉപയോഗിച്ച് വന്ന ഒരു വഴിയാണ്. അപ്പോൾ അതും അങ്ങേക്ക് അറിയാലോ, ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഇപ്പൊ താഴേന്ന് വരുന്ന ഒരു സഞ്ചാരിക്ക് അല്ലെങ്കിൽ ഒരു വിദേശിക്ക് ഇതൊരു അപകട സ്ഥലത്തൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്നുള്ള ധാരണ പോലും ഇല്ല. കാരണം എൻ്റെ ഓർമ്മയിൽ പോലും എത്ര വലിയ ബസ് അപകടങ്ങളാണ് നടന്നിരിക്കുന്നത്, എത്ര പേരാണ് മരിച്ചിരിക്കുന്നത് ഇല്ലേ? ആ ഒരു TMS മറിഞ്ഞ സമയത്ത് അധികം താമസിച്ചാൽ ഞാൻ അവിടെ എത്തുകയും ആ ദാരുണമായ കാഴ്ച കണ്ടതൊക്കെ എൻ്റെ മനസ്സിൽ ഓർക്കുന്നു. ഇവിടെ ഈ സമരം എന്നുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചൊരു സമരം ചെയ്യുക, പിരിയുക എന്നുള്ളത്, ഞങ്ങളെ സംബന്ധിച്ച് സമരം വളരെ മർമ്മം നോക്കിയാണ് വെച്ചിട്ടുള്ളത്. അതിന് ഞങ്ങൾക്കൊരു പ്ലാനും പദ്ധതിയുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ ഗവൺമെൻറ്റിനെ ഉഴപ്പിയാൽ പോലും മറികടക്കുന്നതിന് ഞങ്ങൾ ചെയ്ത കാര്യം ഹൈവേ അതോറിറ്റി അഡ്വക്കറ്റുമായി കൂടിക്കാഴ്ച നടത്തി. ആദ്യം ഹൈവേ അഡ്വക്കറ്റിനെ മാറ്റാൻ MP ആയിട്ട് ബന്ധപ്പെട്ട് നീക്കം ചെയ്തു, പുതിയ ആളെ പോസ്റ്റ് ചെയ്യിച്ചു. ഞങ്ങൾ ഈ ആശയവിനിമയം നടത്തി. ഈ രേഖകളെല്ലാം ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിലാണ്. നമ്മുടെ ഈ കോതമംഗലം നെല്ലിക്കുഴി വില്ലേജ് ഓഫീസിൽ പരിശോധിച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രേഖകൾ കിട്ടി. അത് പറ്റാതെ വന്നിട്ട് തിരുവനന്തപുരം ഞങ്ങളുടെ സിജിമോൻ ഫ്രാൻസിസ് അടക്കമുള്ള ഞങ്ങളുടെ ടീം വലിയ തോതിലുള്ള പരിശ്രമം നടത്തിയിട്ടാണ് നമുക്ക് ഈ രേഖ കണ്ടെത്താൻ പറ്റിയത്. നിങ്ങളൊരു കൈപ്പുസ്തകം ഇറക്കിയിട്ടുണ്ടല്ലോ, ഒരു 4-5 പേര് ചേർന്ന്. ആ കൈപ്പുസ്തകം ഞാൻ വായിച്ചു. ആ കൈപ്പുസ്തകത്തിൽ വായിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. വളരെ സങ്കീർണമായ നിയമ പോരാട്ടത്തിലൂടെയാണ് നിങ്ങൾ ഈ കാര്യം, ഇങ്ങനെ ഒരു നിയമം രാജ്യത്ത് നിലനിൽക്കുന്ന വിവരാവകാശ നിയമമൊക്കെ ഉണ്ടായിട്ട് പോലും വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന, വനം വകുപ്പ് ഒരുപക്ഷെ അതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായി രഹസ്യമായി ഗൂഢമായി സൂക്ഷിക്കുന്നതൊക്കെ നിങ്ങൾ ഒരു നിയമ പോരാട്ടത്തിലൂടെയാണ് തിരിച്ചെടുത്തത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇവർക്ക് നമുക്കെതിരെയുള്ള രേഖയെല്ലാം ഉണ്ട്. 130 വർഷം മുമ്പുള്ള ഇതുണ്ട്. അത് കഴിഞ്ഞ 100 വർഷം മുമ്പ് അത് ഡിസ്റിസർവ് ചെയ്ത രേഖയില്ല. അപ്പോൾ അതിൻ്റെ അത് ദുരൂഹതയില്ലേ? നമുക്കെതിരെയുള്ള രേഖ എല്ലാം ഫോറസ്റ്റിലുണ്ട്. നമുക്ക് അനുകൂലമായി മാറിയാൽ കാലഘട്ടത്തിൽ ഇറക്കിയ ഒരു ഉത്തരവില്ല. അത് മറച്ചു വയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്, ഒരു മര്യാദ, ജനാധിപത്യ മര്യാദയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഒരു കാട്ടു ചെന്നായ്ക്കളുടെ ഒരു കൂട്ടമായി ഒരു മാറിയിരിക്കുന്നു. അതിന് ഭരണകൂട ഒത്താശ വ്യാപകമായി കൊടുക്കുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് ഈ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണല്ലോ തുടക്കത്തിൽ നിന്നത് ഇല്ലേ? മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇവിടെ 2 കക്ഷികളാണല്ലോ ഉള്ളത്, പ്രത്യേകിച്ച് LDF UDF എന്ന് പറയുന്ന 2 വിഭാഗത്തിൽപ്പെട്ടത്. അതിൽ UDFന്റെ പിന്തുണയാണ് നിരുപാധികം നിങ്ങൾക്ക് കിട്ടിയത്. LDFന്റെ ആളുകളൊക്കെ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ്, കുറേയൊക്കെ ഇല്ലേ? അവരനുഭാവികളൊക്കെ പങ്കെടുത്തു. പക്ഷേ LDFന്റെ ഒരു പിന്തുണ നിങ്ങൾക്ക് സ്വാഭാവികം കിട്ടിയോ അല്ലെങ്കിൽ നിരുപാധികം കിട്ടിയോ? നമ്മൾ ഇപ്പോൾ LDF ആദ്യകാലത്ത് നമ്മൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞൊരു 15 വർഷക്കാലമായി ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചത്. ഞാൻ CPMന്റെ എന്നെ വലിയ തോതിൽ അംഗീകാരം തന്നിരുന്ന പാർട്ടിയാണ്. ഞാൻ ഈ പാർട്ടി തന്നെ ഉപേക്ഷിക്കുന്നത് ഇവരുടെ ഈ നിലപാടിലുള്ള ഒരു രഹസ്യ അജണ്ടയുടെ സ്വഭാവം മനസ്സിലായപ്പോഴാണ് ഞാൻ പാർട്ടി രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നത്. എന്നാൽ പോലും കോൺഗ്രസ് പാർട്ടി ചില തെറ്റുകൾ കാണിച്ചപ്പോൾ ഇവർ രംഗത്ത് വന്നപ്പോൾ അവരോടൊപ്പം വീണ്ടും പാർട്ടിപരമല്ല അല്ലാതെ പുറത്തു നിന്ന് കർഷക സംഘടന വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലൊക്കെ ഇവർ നമ്മളോട് ചേർന്ന് നിന്ന് പരിഹരിക്കാമെന്നുള്ള ഒരു ഓഫറിൽ കൊണ്ടുപോയി 2021 ആയപ്പോഴും ഇവർക്ക് കഴിയുന്നില്ല. നമ്മളോട് പറഞ്ഞവർ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അതിനപ്പുറം വലിയ ശക്തികൾ അവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ നേർക്കുനേർ ഒരു ഫൈറ്റ് പ്രഖ്യാപിച്ചത്. ഒന്ന് സമരം എന്നുള്ളതിനെ ഇവര് ശത്രുപക്ഷത്ത്, അതായത് ഗവൺമെന്റിനെതിരെ എന്ന് പറയുന്നു. അത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ജനാധിപത്യത്തിൽ സമരം എന്നുള്ളത് സർക്കാരിനെതിരല്ല. അല്ല, CPMനെ സംബന്ധിച്ച് അവര് സമരവും ഭരണവും ഒക്കെ ഒന്നിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയല്ലേ? സമരം തീർച്ചയായിട്ടും അത് സമരത്തിന്റെ തീച്ചൂളയിൽ ഉണ്ടായ ഒരു പാർട്ടിയാണ്. അതെ. അപ്പൊ സമരം എന്നുള്ളത് സർക്കാരിനെതിരല്ല. സർക്കാർ എടുത്ത ഒരു നയം നമുക്ക് എതിരായി വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധയപ്പെടുത്തുകയും തിരുത്താനുള്ള അവസരം കൊടുക്കുകയും ചെയ്യുകയാണ്. ഇത് പറയുന്നവരെ ശത്രുവാക്കുക, എന്നിട്ട് വളരെ മോശം അവർക്ക് അവരുടേതായ ന്യായങ്ങൾ, അവരുടേതായ വാദങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ ഈ കാര്യത്തില് എന്തുകൊണ്ടാണ് ഞങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ സമരത്തിന്റെ മുഖ്യധാരയിലേക്ക് ഞങ്ങൾ വരാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ ചില വാദമുഖങ്ങൾ നിരത്തുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഈ ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി സർക്കാരിന് വേണ്ടിയിട്ടല്ല, സർക്കാരിൻ്റെ നിലപാടല്ല അത്, അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ഒരു കാരണവശാലും കോടതി മരം വെട്ട് മാത്രമേ തടഞ്ഞിട്ടുള്ളൂ. മരം എന്ന് പറയുന്നത് വനം വകുപ്പിൻ്റേതാണ്, റോഡ് അല്ല. പക്ഷേ റോഡിൽ നിൽക്കുന്ന മരം വനത്തിൻ്റേതാണ്. അപ്പോൾ അങ്ങനെയുള്ള സങ്കീർണമായ ചില നിയമപ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ് കോടതി ഇങ്ങനെ ഇടപെട്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ചില വാദമുഖങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ.
രണ്ട് സാഹചര്യമാണ്. ഒന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഈ പരിവേഷ് പോർട്ടലിൽ അപേക്ഷ വെച്ചു എന്നൊരു വാദം വെച്ചു. ആദ്യം ഹർജി കൊടുത്തു നോക്കിയാൽ ഹർജി കൊടുക്കുന്ന സാധനമല്ല, ഒരു ഈ ഇത്തരം വനഭൂമി സംബന്ധിച്ച് നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ വയ്ക്കാനുള്ള ഒരു വെബ്സൈറ്റ് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അവിടെ ഇവർ പറയുന്നത് 5.5 കോടി അടച്ചതാണ് പ്രശ്നം. എം പി ആണ്, എം പിക്ക് ഇതിനകത്ത് ഒരു റോളുണ്ട്. എം പിക്ക് നമ്മളെപ്പോലുള്ള കുറച്ചുകൂടി പവറുള്ള റോൾ അത്രേ ഉള്ളൂ. കേന്ദ്രം കേരളം ഈ 5.5 കോടി അടച്ചു എന്ന് പറയുന്നത് NH അല്ലേ? അത് അല്ല, വനം വകുപ്പിന് അടിച്ചു. അടച്ചിട്ടുണ്ട്. അതെന്ത് കാരണം വെച്ചാൽ നമ്മൾ ഈ വിധി വാങ്ങുന്നതിന് മുമ്പ് ഈ 6 മീറ്റർ കൂടുതൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കില്ലായിരുന്നു. അപ്പൊ ഈ വർക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഇവരൊരു ഫോർമുല കണ്ടെത്തിയത് 6 മീറ്റർ മതി, ഞങ്ങൾക്ക് 14 കിലോമീറ്റർ 6 മീറ്റർ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ ചില വളവുകൾ കയറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് 9 വളവുകളിൽ 1 ഏക്കർ സംതിങ് സ്ഥലം ആവശ്യമായി വന്നു. വളർന്നു നോക്കിയപ്പോൾ പാലം പണിയുമ്പോൾ അപ്രോച്ച് റോഡ് 1 ഏക്കർ 5 സെന്റ് ഈ 18.2 ഹെക്ടർ എന്നൊക്കെ ഒരു കണക്ക് പിന്നെ വന്നല്ലോ. ഇല്ല അത് ഇവർക്ക് തെറ്റുപറ്റിയതാണ്. 0.95 എന്ന് പറഞ്ഞപ്പോ ഇവര് 95 ഏക്കർ എന്നൊക്കെ കണക്ക് നമ്മൾ വേറെ സാധനമാണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 ഏക്കർ 37.5 സെന്റ് സ്ഥലം ആകെ പാലത്തിന്റെ അപ്രോച്ച് റോഡ്, ഈ 9 വളവുകൾ. പാലത്തിന്റെ അപ്രോച്ച് റോഡ് വളരെ കുറച്ച്, പക്ഷെ 1 ഏക്കർ 5 സെന്റ് ഉണ്ട് അത്. അപ്പൊ ആ രണ്ടും കൂടിയുള്ള ഭൂമി അന്ന് ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് ആപ്ലിക്കേഷൻ വെച്ചു ഇവര് ഈ വർക്കിന് വേണ്ടി. അത് നിൽക്കെയാണ് ഈ കോടതി വിധി വരുന്നത്. കോടതി വിധി വന്നപ്പോഴത്തേക്കും ഈ പൈസ അടയ്ക്കാൻ പറഞ്ഞു വന്നു. പിന്നെ അതിന് 2 കോടി രൂപ 2 സംതിങ് ഉണ്ട്. ഈ വന്യജീവികളുള്ള വനത്തിൽ കൂടി പോകുന്ന റോഡുകൾക്ക് വന്യജീവി പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് നാഷണൽ ഹൈവേ കൊടുക്കണമെന്ന് പൊതുവായ നിയമമാണ്. അതിപ്പോ ഇനിയാലും കൊടുക്കണം. 3 കോടി രൂപ. ഞാൻ 3 റൗണ്ട് ചെയ്താട്ടോ പറയണേ, ചെറിയ ചേഞ്ച് ഒക്കെയാണ്. ആ സ്ഥലത്ത് നിന്ന തടികൾക്ക് 42 ലക്ഷം രൂപ വില മതിച്ചു. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വനത്തിന്റെ അല്ലെങ്കിലും പൈസ അടയ്ക്കണം. കാരണം ഇവര് ഫോറസ്ട്രി സോഷ്യൽ ഫോറസ്ട്രി വഴി വീണ്ടും റീപ്ലാന്റ് ചെയ്യാനായിട്ടുള്ള പൈസയാണ് അത്. ഇതാണ് 5 കോടി 42 ലക്ഷം രൂപ അടച്ചു എന്ന് പറയുന്നത്. അത് അടയ്ക്കാനുണ്ടായ സാഹചര്യം ഈ വിധി വന്നപ്പോഴാണ് അടച്ചത്. കാരണം ഞങ്ങളുടെ സമ്മതി ഉണ്ടായി ചീഫ് സെക്രട്ടറിയോട് ഇത് അപ്പീലി പാമ്പാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ സമീപിക്കുക, വനം മന്ത്രിയെ സമീപിക്കും. അത് ഹൈവേ അതോറിറ്റി അത് അടച്ചു. അപ്പൊ ഈ മുഖ്യമന്ത്രിയെ ഞങ്ങൾ കാണുന്നു. ഇതിനെ എതിരായിട്ട് കോടതി സമീപിക്കരുത്, ഇത് വനം ആയിട്ട് ഇനി വരരുത് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി അംഗീകരിക്കുകയും അതിലപ്പുറം ശരിയാ. മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് ഈ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചൊരു ഫൈനലിൽ എത്താൻ പറഞ്ഞു. അന്നത്തെ ചീഫ് സെക്രട്ടറി ഇവരെ വിളിച്ചു കൂട്ടിയിട്ട് 2/8/2024 ഒരു തീരുമാനം എടുത്തു, അപ്പീലിൽ പോകുന്നില്ലെന്നും. അപ്പൊ ഈ സെക്രട്ടറി ഉണ്ട്, ഇപ്പൊ ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട്. അത് ഫോറസ്റ്റുകാർക്ക് അത്ര ഇഷ്ടപ്പെട്ട് കാണില്ല. അല്ല, പക്ഷെ ചീഫ് സെക്രട്ടറി ഇരിക്കുവാണോ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇരിക്കുവാണ്. ഈ പറയുന്ന ഇപ്പൊ ഈ എഴുതി കൊടുത്ത കക്ഷി ഇരിക്കുകയാണ്. അപ്പൊ ഇവര് സഹിതം ഒരു മിനിസ്റ്റർ ഞങ്ങളുടെ കയ്യിലുണ്ടത്. ആ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് പരിവേഷ് പോർട്ടലിൽ പറഞ്ഞ 5.5 കോടി പൈസ അടയ്ക്കാൻ പറഞ്ഞു വന്നത് അടയ്ക്കാനും തുടർന്നുള്ള 14 കിലോമീറ്ററിൽ യാതൊരു കാരണവശാലും ഇടപെടേണ്ടതുമില്ല എന്ന് പൊതുവായി തീരുമാനിച്ചാണ് മിനിസ്റ്റർ ഉണ്ടാക്കിയേക്കണേ. ആ യോഗത്തിൽ പങ്കെടുത്തവനാണ് പിന്നെ തിരിച്ച് ഇവിടെ വന്ന് കോടതിക്ക് മുമ്പായി ഒരു കേസ്. മറ്റൊന്ന് മരം വെട്ടിയതുമായി ബന്ധപ്പെട്ട മരം അത്രയും വെട്ടി പരാതി ഉണ്ടായില്ല, ഫോറസ്റ്റ് പരാതി ഉണ്ടായില്ല. സെക്കൻഡ് ഇപ്പൊ വെട്ടിയത് ഈ നമ്മുടെ ആ മഴയൊക്കെ പെയ്ത് പ്രശ്നങ്ങളിലേക്ക് വന്നപ്പോൾ നമ്മുടെ സന്തോഷ് മാധവൻ സന്തോഷ് മാധവൻ കൊടുത്ത ഒരു ഹർജിയിൽ ഇതേ ചീഫ് ജസ്റ്റിസ് അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്യാൻ പറഞ്ഞ് ഒരു ഉത്തരവ് കളക്ടർക്ക് കൊടുത്തു. ആ കളക്ടർ എടുത്ത ആ ഉത്തരവിരിക്കെ ഈ ഇത്തവണ ഉണ്ടായ മഴയുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുണ്ടായ ഭീകരാവസ്ഥയിൽ ഈ അടിമാലിയിൽ നിന്നടക്കം പഞ്ചായത്തിൽ നിന്നടക്കം ജില്ലാ കളക്ടർക്ക് പരാതി പോയി. അവരോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും റവന്യൂവിനോടും പഞ്ചായത്തിനോടും സ്ഥലം പരിശോധിച്ച് അപകടകരമായ മരങ്ങൾ മാർക്ക് ചെയ്ത് ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ആ കൊടുത്തതിൽ 680 മരം കൊടുത്തു. ആ 680 അടിയന്തരമായി വെട്ടിമാറ്റാൻ NHAയ്ക്ക് ഉത്തരവ് കൊടുത്തു, കളക്ടർ കൊടുത്തു. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച്. അതെ, അത് ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കളക്ടർക്ക് അത് നിയമം ഉണ്ടല്ലോ. ഉണ്ട്. അത് വേണമെങ്കിൽ ഒരുപക്ഷെ അത് വലിയൊരു ഈ നിയമങ്ങൾക്കെല്ലാം മുകളിലാണ്. അത് ചെയ്തില്ലെങ്കിൽ ഇവര് ജയിലിലൂടെ അവർക്ക് വേറെ ഒരു കോടതിയും വേണ്ട, ജില്ലാ കളക്ടർക്ക് ഇടാം. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ വെട്ടിമാറ്റാൻ പറഞ്ഞു. അവർ വെട്ടിമാറ്റി 280. അത്രേ ഉള്ളൂ. ആ സമയത്താണ് MN ജയന്തന്റെ കുന്നടിക്കുന്നു, മരം വെട്ടുന്നു. അപ്പൊ കോടതി ഇതെല്ലാം കൂടി കേട്ടപ്പോ ആ സമയത്ത് പലവട്ടം ഞാൻ യാത്ര ചെയ്യുകയും പലവട്ടം വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഈ തടിയുടെ രൂപത്തിലല്ല മുറിച്ചേക്കണേ, കെട്ടായിട്ട് ഉപയോഗം ഇല്ലാതെ വിറകാക്കിയാ മുറിച്ചേക്കണം.
ആ, തടിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, ആ, ആ. പ്ലൈവുഡിന് ഉപയോഗിക്കാൻ പറ്റില്ല, ഉവ്വ് ഉവ്വ്. കിട്ടിയെടുത്ത് വെച്ച് മുറിച്ച് മാറ്റുക, ഒരു അത് സ്പീഡിൽ വിറകിന് മാത്രം കൊടുത്തു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അതും ഒരു വിവാദം, അത് രണ്ടാമത്തെ ഒരു വിഷയമാണ്. അല്ല, പക്ഷെ ഫലത്തിൽ നമുക്ക് ഹൈറേഞ്ചുകാർക്ക് ഇപ്പൊ വലിയ അപകടമില്ലാതെ എന്ന് പറഞ്ഞാൽ അപകട ഭീഷണിയില്ലാതെ യാത്ര ചെയ്യാം. യാത്ര ചെയ്യാം, അതാണ് അതിൻ്റെ അത് അകത്ത്. കിട്ടിയ ഒരു ഗുണം. അത് സംബന്ധിച്ച് കളക്ടർ ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അധികാരം ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒന്ന് കോടതി ഉത്തരവുണ്ട്, രണ്ട് ഈ ദുരന്ത നിവാരണ നിയമത്തിൽ ഞാനാണ് അതിൻ്റെ അധികാരി. ചെയർമാൻ. അത് ചോദ്യം ചെയ്യാൻ രാജ്യത്തെ ഒരു നിയമത്തിലും ഇപ്പോൾ അധികാരമില്ല. മറ്റൊരു കാര്യം, ഈ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള പിന്തുണ ഇങ്ങനെ ഏറിയും കുറഞ്ഞും ഒക്കെ കിട്ടിയിട്ടും നിങ്ങളുടെ സമരം വിജയിച്ചു എന്നാണ് ഒരു പൊതുധാരണ. അതെ. കാരണം ഇന്നത്തെ പത്രങ്ങളെല്ലാം നിങ്ങളുടെ സമരത്തിന് വലിയ ഹൈലൈറ്റ്സ് തന്നിട്ടുണ്ട്, ഉണ്ട്. വലിയ ഹൈലൈറ്റ്സ് തന്നിട്ടുണ്ട്. തന്നെയല്ല, ഇന്നലെ തന്നെ പത്രങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ അത് ഹൈലൈറ്റ്സോട് കൂടി തന്നെ വാർത്ത പറഞ്ഞിരുന്നു. അതൊരു വലിയ കാര്യമാണ്. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ മത സംഘടനകൾ നിങ്ങളെ സമരത്തെ അനുകൂലിക്കുന്നു എന്ന് കേട്ടിരുന്നു. അവരുടെ ഒരു സാന്നിധ്യം എപ്രകാരം അനുഭവപ്പെട്ടു? മതസംഘടനകളിൽ നമുക്കിപ്പോൾ ഇടുക്കിയിലെ കത്തോലിക്ക സഭ ആദ്യം പിന്തുണയ്ക്കും എന്ന് തന്നെയായിരുന്നു നമുക്ക് തന്ന സന്ദേശം. പക്ഷെ പിന്നീട് എവിടെ നിന്നൊക്കെയുള്ള ഇടപെടൽ ആണെന്ന് കരുതുന്നു, അവർ ആ കാര്യത്തിൽ പിന്നോട്ട് പോയി. ഇടുക്കി കത്തോലിക്ക സഭയൊക്കെ പിന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന ഒരു ശക്തി എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായിരിക്കും അല്ലേ? അതിൻ്റെ അകത്ത് ഇപ്പോൾ റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ഒരു രാഷ്ട്രീയ ബെൽറ്റ്, ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ജോയ്സ് ജോർജ് അടക്കം ഈ കാര്യത്തിൽ ഈ ഞങ്ങൾ ഈ നയിക്കുന്ന സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു, സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അധികാരത്തിന്റെ ഭാഗമായിരിക്കാം. എന്തായാലും വേണ്ടത്ര ഒരു സാന്നിധ്യം ആ ഭാഗത്തു നിന്നുണ്ടായില്ല. സാന്നിധ്യം മാത്രമല്ല, ഞങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാക്കിയത് ഈ പിന്മാറിയതിൽ BJP പിന്മാറുക ചെയ്തോളൂ, നമുക്ക് ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല. മറ്റ് 3 കക്ഷികളും ഞങ്ങളെ വർക്ക് ചെയ്തു വളരെ മോശം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. പക്ഷെ കോതമംഗലത്ത് നോക്കുക, കത്തോലിക്ക സഭയുടെ വലിയ സത്യത്തില് കത്തോലിക്ക സഭ കോതമംഗലത്ത് നിന്ന് അപ്രതീക്ഷിതമായി ഒരു 2000 പേരുടെ പരിപാടിയാണ് ആസൂത്രണം ചെയ്തത്. അത് ഞങ്ങൾക്കൊരു ആവേശം ഉണ്ടാക്കി, ഞങ്ങൾ എല്ലായിടത്തും പറയുകയും ചെയ്തു. സാന്നിധ്യം ഉൾപ്പെടെയാണ്. ഞങ്ങൾ അവരുമായിട്ട് കണക്ട് ചെയ്തു. അവർ 50 പള്ളിയിൽ സർക്കുലർ കൊടുത്തായിരുന്നു ആളിറങ്ങാൻ, പിന്നെ ബാക്കിയുള്ള പള്ളിക്കാരോട് സഹകരിക്കാനും മറ്റു കർശന ഇതോടത്തെ. അപ്പം അവിടെ നിന്ന് വരുന്നവരെ ഞങ്ങൾ ലിങ്ക് ചെയ്തു. ഞങ്ങളുടെ ആളാണ് സിജുമോൻ ഫ്രാൻസിസ് അടക്കമുള്ള അവിടെ നിന്നുള്ള ആളുകൾ ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരോട് ലിങ്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇത് ഒരുമിച്ചാക്കാനുള്ള ഒരു ആലോചനയ്ക്ക് എത്തി. രണ്ടാക്കണേ, ഒരേ ദിവസം ഒരേ സ്ഥലം. അപ്പം അങ്ങനെ ഞങ്ങളുമായിട്ടൊരു ധാരണ എത്തി ഒരുമിച്ച് ചെയ്യാനായിട്ട്. അവിടെ വളരെ മോശം പറഞ്ഞുകൊണ്ട് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ സഹകരിക്കാൻ പറ്റില്ലെന്നുള്ള അറിയിപ്പ് ഞങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവിടെയും പൊളിക്കുന്നു, ഇവിടെ പൊളിച്ചു അവിടെയും പൊളിക്കുന്നു. അപ്പം ഞങ്ങൾ പോയി കോതമംഗലം പിതാവിനെ നേരിട്ട് കാണാൻ. കോതമംഗലം പിതാവിന് രാജപഥയുടെ സമരത്തിനിടയിൽ കേസെടുത്തതാണല്ലോ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഞാൻ നോക്കിയിട്ട് ഞാൻ പോയി കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എത്രയോ വിശാലമായി ചിന്തിക്കുന്ന ഒരു ആളായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ ആദ്യം കയറിപ്പോയില്ല, എന്നിട്ടും പുള്ളി വിളിച്ച് കയറ്റിയകത്ത്. അവിടെ നിന്ന് ചർച്ച ചെയ്തപ്പോൾ പുള്ളി ചില സൂചനകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ചില ഇത് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനില്ല, വികാരി ജനറലിനെ ഞങ്ങൾ വിട്ടുതരാമെന്ന് പറഞ്ഞു. ജനറൽ അച്ഛനാണ്. അതെ. അപ്പൊ അദ്ദേഹത്തെ വെച്ചാണ് ഇപ്പൊ ഞങ്ങളുടെ ഗതികേട് നോക്കണം. ഇടുക്കിയിലെ ഒരു വലിയ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് കോതമംഗലം സഭയിൽ നിന്നൊരാളെ കൊണ്ടുവരേണ്ടി വന്നു. അത് സത്യത്തിൽ ദൗർഭാഗ്യകരമാണ്. അതൊക്കെ കാണേണ്ടവർ കാണട്ടെ, കേൾക്കേണ്ടവർ കേൾക്കട്ടെ. ഏതായാലും ഒരു ഭാഗത്ത് അഴിഞ്ഞപ്പോൾ മറ്റൊരു ഭാഗത്ത് മുറുകി കിട്ടിയല്ലോ, അത് വലിയൊരു ഗുണമാണ് നിങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ട് ഒരു പരാജയമല്ല. കാരണം സഭയുടെ മറ്റൊന്ന് ചോദിക്കട്ടെ, ഈ യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി വളരെ ശക്തമായ ബെൽറ്റാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പിന്തുണ? നമുക്ക് ഈ സമരത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ യാക്കോബിറ്റ് സഭ വളരെ കർശനമായ കൽപ്പന പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ അത് ബിഷപ്പ് സാധാരണ അതിനൊരു സ്വഭാവം വേറെയാ. പള്ളിയിൽ വിളിച്ചു പറയുന്നതും ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നതും അതൊരു ശാസനയാണ്. അത് തീർച്ചയായിട്ടും ദൈവശാസനയാണ്. അതെ, അത് തീർച്ചയായിട്ടും മറ്റ് താഴേക്കുള്ള അച്ഛന്മാരൊക്കെ അതേപടി ഏറ്റെടുക്കും. അവരുടെ സാന്നിധ്യം, അച്ഛന്മാരുടെ സാന്നിധ്യം. അപ്പൊ അതൊരു വലിയ കാര്യമായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, മുസ്ലിം സമുദായത്തിന്റെ ഇത്തരം കാര്യങ്ങളിൽ പൊതുവെ ഒരു പിന്നോട്ടാണ്. വളരെ ആത്മാർത്ഥമായിട്ട്
സപ്പോർട്ട് ഉണ്ടായി. സപ്പോർട്ടുണ്ടായി. അത് ലീഗാണോ അതെയോ ജമാഅത്തെ അല്ല, ഇസ്ലാമി പോലുള്ള മറ്റു ലീഗ് സംഘടനകൾ? ലീഗ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമില്ല. മതസംഘടനകൾ തന്നെയാണ്. നമ്മുടെ പള്ളികള് പള്ളികൾ, ഹൈറേഞ്ച് മേഖലയിലെ മഹല്ലുകളെ കേന്ദ്രീകരിച്ച് മഹല്ല് കോർഡിനേഷൻ മഹല്ല് അവരുടെ ഒരു ഇടപെടൽ. ഓക്കെ ഓക്കെ. എന്നാ ഇപ്പൊ ഇവരൊക്കെ വേറെ പിന്തുണച്ചിട്ടുണ്ട് പുറമേ നേതാവ് പറഞ്ഞ ആദ്യം പറഞ്ഞ വെൽഫെയർ പാർട്ടി, അങ്ങനെയുള്ള എല്ലാവരും അല്ല, വന്നു. അത് പക്ഷെ തീർച്ചയായിട്ടും പ്രധാനം പിന്തുണയ്ക്കുന്നത്. എന്നുള്ളത് ഈ മഹൽ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വന്നു അതിന്റെ അകത്ത്. എന്തുകൊണ്ടായിരിക്കും ഈ പിന്നെ SNDP പോലുള്ള വളരെ ആദ്യം വളരെ സജീവമായി രംഗത്ത് പിന്തുണ അറിയിച്ചതാണല്ലോ. അവര് പിന്നോക്കം മാറിയെന്ന് കേട്ടു. അത് ശരിയാണോ? അത് കേട്ടോ? അവരും പിന്നോക്കം മാറിയെന്നല്ല, അവര് പിന്നോക്കം പോയതിനു ശേഷം നമുക്ക് എതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അവരെ അങ്ങനെ പ്രേരിപ്പിച്ചത്? അതിൻ്റെ അകത്തൊക്കെ ഈ ഞങ്ങള് ഈ ഒരു അഭിപ്രായ ഭിന്നത ഞങ്ങളുടെ വ്യാപാരി വ്യവസായിയായിട്ട് അതിൻ്റെ അകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള ഒരു നാടാണല്ലോ. ആ നാട്ടിൽ പക്ഷങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്, ആളുകൾക്ക് ഏത് പക്ഷം എടുക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ നടക്കുന്ന വഴി, നമ്മൾ സഞ്ചരിക്കുന്ന വഴി, പ്രത്യേകിച്ച് അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു വഴി, അവിടെ വീതി കൂട്ടുക എന്നുള്ളത് വളരെ ആവശ്യമുള്ളൊരു കാര്യം. നമ്മൾ സമയം അവസാനിക്കുകയാണ്. അവസാനമായി ഞാൻ ചോദിക്കുന്നത്, ഈ എന്തെങ്കിലും പ്രതീക്ഷ ഉടനടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ നീങ്ങിയിരിക്കുന്ന നീക്കം, കോടതി വഴി ഞങ്ങൾ നീങ്ങിയിരിക്കുന്ന വലിയൊരു നീക്കമുണ്ട്. ആ നീക്കം കൃത്യമായിട്ടും ഈ തൊട്ടടുത്ത ദിവസം ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരാഴ്ചക്കകം കേരള ഹൈക്കോടതി വഴി ഞങ്ങൾ നൽകിയിരിക്കുന്ന നീക്കങ്ങളിൽ ഒരു റിസൾട്ട് ഉണ്ടാകും. അതിൽ ഗവൺമെന്റ് എതിർക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും. ഇത് വിജയിപ്പിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പിന്നോട്ട് പോകില്ല, ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് സമയം കടന്നു പോയിരിക്കുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. തുടർ സമരങ്ങളും ആവശ്യമായി വന്നാൽ ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നേറുക തന്നെ വേണം. കാരണം ഇത് ജനത്തിൻ്റെ ആവശ്യമാണ്, സമൂഹത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമാണ്. വളരെ നന്ദി. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭിന്ന ആശയങ്ങൾക്ക്, ഡയലോഗുകൾക്ക്, ഭാഷണങ്ങൾക്ക് ഒക്കെ പ്രസക്തിയുണ്ട്. അതിലൂടെയാണ് ജനാധിപത്യം പുഷ്കലമാകുന്നതും. ആശയഭിന്നത ഒരിക്കലും തെറ്റല്ല. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് അങ്ങനെ തന്നെ വേണ്ടതല്ലേ? നമുക്ക് ഒന്നുകൂടി ഇത്തരം കാര്യങ്ങളിൽ ആലോചന വേണ്ടതാണ്. നന്ദി, നമസ്കാരം.